കർണൂൽ ബസ് അപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന. നിലവിൽ 12 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ആകെ 40 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. നിരവധി പേർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. 12 പേർ ബസ്സിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. 9 പേരെ കാണാനില്ലെന്നും വിവരം. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചനം രേഖപ്പെടുത്തി. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, നമ്മൾ ഇന്ന് രാവിലെ കേട്ട് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഈ കർണൂൽ ബസ് അപകടവുമായി ബന്ധപ്പെട്ട വാർത്ത. ഇതിൽ നമ്മൾ ഏറെ ഞെട്ടിക്കുന്നത് 40ഓളം പേർ ആ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 12 പേരുടെ മരണം അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അജയ് ഈ അപകടമുണ്ടായത്? ഭവ്യ, ഇന്ന് രാവിലെ 3:30ഓടെയാണ് ഈ ഒരു ദാരുണമായ അപകടം ഉണ്ടാകുന്നത്. നാഷണൽ ഹൈവേ 44 ഈ ബസ് യാത്ര ചെയ്യുകയായിരുന്നു. ഇത് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയിരുന്ന ഒരു AC വോൾവോ ബസ്സാണ്. ഇത് ഹൈവേയിലൂടെ പോകുന്ന വഴിക്ക് ഒരു ഇരുചക്ര വാഹനം അത് ഈ ബസ്സിന് മുൻപിലേക്ക് വേഗത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഇടിച്ച ഈ വണ്ടി അത് ബസ്സിൽ ചെറിയ സ്പാർക്ക് ഉണ്ടാക്കുകയും ഈ ബസ്സിൻ്റെ ഈ എൻജിൻ ടാങ്ക് അത് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്നാണ് ഈ അപകടമുണ്ടായത്. ആദ്യം ബസ്സിൻ്റെ മുൻഭാഗത്താണ് തീപിടിച്ചത്. ഇത് പിന്നീട് പിന്നിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്നാണ് നിരവധി പേർ ഈ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തീപിടിച്ച ഉടൻ തന്നെ ബസ്സിൻ്റെ ഒരു ഇലക്ട്രിക് സിസ്റ്റം അത് ഷോർട്ട് സർക്യൂട്ടായി മറ്റ് ഇലക്ട്രിക് സംവിധാനങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കാത്ത നിലയിലായി. അതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ വാതിലുകളൊന്നും തന്നെ ഓപ്പൺ ആയിരുന്നില്ല. ആളുകൾക്കൊന്നും തന്നെ മുൻഭാഗത്തിലെ വാതിലിലൂടെ ഇറങ്ങി പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനും സാധിച്ചില്ല. അപ്പോൾ നിരവധി പേർ ഈ ജനൽ ചില്ലുകൾ തകർത്തുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടത്. ഏതാണ്ട് 12-ലധികം പേർ ഇത്തരത്തിൽ ഓടി രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. 20-ലധികം പേർ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്. പലരുടെയും നില ഗുരുതരം തന്നെയാണ്. ഇവിടെ ഈ കർണൂലിലുള്ള ആശുപത്രിയിലും അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ ചിലരെ ഹൈദരാബാദിലേക്ക് മാറ്റിയിട്ടുണ്ട്. പലരും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. ഇതിനിടെ ഈ അപകടത്തിൽ ഈ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാവരും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതുപോലെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രഖ്യാപിച്ചു. എന്തായാലും ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിരവധി പേർ ചികിത്സയിലുണ്ട്. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഈ ഒരു അപകടത്തെ തുടർന്ന് ഈ ഒരു പ്രദേശമെന്ന് പറയുന്ന ഒരു ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നു. രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ ഇവിടേക്ക് എത്താനായിട്ട് സമയമെടുത്തു. ഈ ഫയർ എഞ്ചിനുകളും അതുപോലെ തന്നെ അത് മാത്രമല്ല, ഇത് വളരെ പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നതല്ലേ അജയ്? അപ്പോൾ സ്വാഭാവികമായും രക്ഷാദൗത്യം അത് വൈകി കാണും. അത് തന്നെയായിരിക്കുമല്ലേ ഇത്രമാത്രം ഒരു വലിയ ദുരന്തത്തിലോട്ട് ഇത് കലാശിച്ചത്? അതെ, കർണൂൽ ടൗണിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ മാറി വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയയിലാണ് ഈ അപകടം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യം എല്ലാം ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് താമസമെടുത്തു. പലരും ഈ രക്ഷാദൗത്യത്തിനായിട്ട് എല്ലാവരും ഇവിടെ എത്തിയപ്പോഴേക്കും ബസ് ഏറെക്കുറെ പൂർണ്ണമായിട്ടും കത്തി നശിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ബസ്സിൻ്റെ ഇപ്പോഴുള്ള നിലവിലുള്ള ചിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ബസ് പൂർണ്ണമായിട്ടും കത്തി നശിക്കുകയായിരുന്നു. എല്ലാം ബസ്സിലൊന്നും തന്നെ ബാക്കിയില്ലാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പലരുടെ മൃതദേഹങ്ങൾ അത് തിരിച്ചറിയാൻ പോലും സാധിച്ചിട്ടില്ല. മൃതദേഹ അവശിഷ്ടങ്ങളായിട്ടാണ് ബസ്സിൻ്റെ പല ഭാഗത്തുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവ തിരിച്ചറിയാനായിട്ട് DNA പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അങ്ങനെ അതൊക്കെ ഉൾപ്പെടെ നടത്തിയതിന് ശേഷം മാത്രമേ ബസ്സിനകത്തുള്ള പാസഞ്ചേഴ്സ് ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത്, രക്ഷപ്പെട്ടവർ ആരൊക്കെ എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. 12 പേരുടെ മരണമാണ് നമുക്കിപ്പോൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാനാകുന്നത്. 9 പേരെ കാണാനില്ല എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. നിരവധി പേർ ഈ ബസ്സിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള വിവരവും ലഭിക്കേണ്ടതുണ്ട്. ഈ രക്ഷപ്പെട്ടവർ പലരും അറിഞ്ഞാണ് മറ്റുള്ളവർ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുകയും അതുപോലെ തന്നെ രക്ഷാദൗത്യം ഇതിന് നേതൃത്വം നൽകുകയും ചെയ്തത്. ഇത് ബാംഗ്ലൂരിലേക്കുള്ള ഒരു ബസ് ആയതിനാൽ തന്നെ കർണാടക സ്വദേശികളാണ് ബസ്സിൽ കൂടുതൽ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും രക്ഷാദൗത്യം അതിപ്പോഴും അവിടെ മേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരെ ഇപ്പോൾ ആശുപത്രികളിലേക്ക് മാറ്റി അവിടെ പലരും ചികിത്സയിൽ തന്നെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. ഭവ്യ. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്.